അഭിനയ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വൈറ്റ് പഫിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. വൈറ്റ് പഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബൗൾ ലോട്ടസാണിത്. ചെറിയൊരു പോട്ട് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല ഭംഗിയുള്ള പൂക്കൾ ഇത് തരും. ഒരു സിംഗിൾ പെറ്റലായിട്ടുള്ളൊരു താമരയാണിത്. എന്നിരുന്നാലും നമുക്കിത് പിന്നാലെ ഇങ്ങനെ മുട്ടുകൾ വന്നുകൊണ്ടിരിക്കും. ഓരോ വരുന്ന സ്റ്റാൻഡിങ് ലീഫിലും മുട്ടുകളുണ്ടാവും. അതൊന്ന് വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്തതായി വിരിഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ മാത്രമല്ല, ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ സീഡ് പോഡ് ഉണ്ടാവും. സീഡ് പോഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ സീഡുകൾ ഉണ്ടായി കിട്ടാറുണ്ട്. ബൗൾ ലോട്ടസ് ആയാലും നമ്മൾ ഹൈബ്രിഡ് ആയിട്ടുള്ള താമരകൾക്ക് നമ്മൾ സീഡുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. എന്നിരുന്നാലും നമുക്കിതുമ്മേ നല്ല ഭംഗിയായിട്ട് സീഡുകൾ ഉണ്ടായി കാണുന്നുണ്ട്. അത് പാകി മുളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദർ പ്ലാന്റിൻ്റെ ഗുണങ്ങളുള്ള തൈകൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല, നമ്മളത് ചെയ്ത് നോക്കിയിട്ടില്ല. എന്നിരുന്നാലും നമുക്കതിൽ നിറയെ സീഡുകൾ കാണാം. അപ്പോൾ നമുക്കതിൻ്റെ സീഡുകൾ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാം. നമ്മുടെ പോട്ട് കണ്ടില്ലേ, ചെറിയൊരു പോട്ടിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. പക്ഷെ നന്നായി തന്നെ ഫ്ലവർ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലവറിന് വലുപ്പമുണ്ട്. നമുക്ക് സ്ഥലമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ചെറിയ പോട്ടിൽ വെച്ച് നമുക്ക് പൂക്കൾ വേണമെന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണിത്, ഈ വൈറ്റ് പഫ് എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ചിലവർക്ക് ഒരു താമരെങ്കിലും വീടിൻ്റെ മുറ്റത്ത് വിരിയണം എന്നുണ്ടാവും, പക്ഷെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ വെക്കാൻ പറ്റിയ ഒരു തരം താമര തന്നെയാണ് വൈറ്റ് പഫ്. നല്ല വെള്ള പൂക്കളായതുകൊണ്ട് അത് ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. നടുക്ക് വരുന്ന സൈഡ് പോഡ് നല്ല ഗ്രീൻ കളറാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇന്നത്തെ വൈറ്റ് പഫിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.